പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ തക്കോണം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. 75 സങ്കീർത്തനം നാം ഒരുപാട് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കീർത്തനമാണ്. അതിന്റെ തലക്കെട്ടിൽ കാണുന്നത് പോലെ അസാഫിനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അസാഫിനെ നമുക്കറിയാം, എല്ലാം വെട്ടിത്തുറന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ആസാഫ്. നമ്മളെപ്പോലെ തന്നെയാണ് ആസാഫും. പലപ്പോഴും നിയന്ത്രണ വിധേയമായി ആകാതെ പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആസാഫിനെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. മുൻ ആസാഫിന്റെ സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ദുഷ്ടനെ നശിപ്പിക്കണമേ എന്ന് ദൈവത്തിനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഭക്തന്മാരെ ദുഷിക്കുന്ന, ഭക്തന്മാർക്കെതിരെ കൂട്ടുകൂടുന്ന ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന് ആസാഫ് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന മറുപടിയിൽ അവൻ സന്തോഷവാനായി തീരുകയും അതിന് സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ കാണുന്നു, ദൈവമേ നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമ്പോൾ, മറുപടി ലഭിച്ചില്ലെങ്കിലും നാം സ്തോത്രം ചെയ്യേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ എല്ലാ വഴികളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി നാം സ്തോത്രം ചെയ്യണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇവിടെ ദൈവപ്രവൃത്തിയിൽ ആസാഫ് സന്തോഷിക്കുകയാണ്. പഴയ നിയമ ഉടമ്പടി പ്രകാരം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ശത്രുവിനെതിരെ പ്രാർത്ഥിക്കുവാൻ ദൈവവചനം നമ്മളെ അനുവദിച്ചിരുന്നു. പുതിയ നിയമ ഉടമ്പടിയിൽ എതിരെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശത്രു ആരാണെങ്കിലും, അതേത് ശത്രുവാണെങ്കിലും, ശത്രു എന്ന് കരുതുന്ന മനുഷ്യനാണെങ്കിൽ നമുക്ക് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുകയും. ഇവിടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭ്യമാകാതിരിക്കുമ്പോൾ നാം പല സ്ഥലങ്ങളിലേക്കും പല ദൈവദാസന്മാരുടെ അടുക്കിലേക്കും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വലിയ അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നവരുടെ അടുക്കിലേക്ക് നാം കടന്നു പോകാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ദൈവം മറുപടി നൽകുന്നത്. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നമ്മൾക്കിപ്പം സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അംബാനി ആയാൽ കൊള്ളാമെന്ന് നമ്മൾ ആഗ്രഹിക്കും. സൗന്ദര്യത്തിന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവരെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ചുറ്റുപാടും കാണുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ആൾക്കാരുടെ ആ ജീവിത ശൈലി നമ്മൾക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ദൈവം മറുപടി നൽകുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ നാമം അടുത്തിരിക്കും. ദൈവത്തിൻ്റെ നാമം അടുത്തിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ നാമം എന്നുദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആളത്വമാണ്, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷണങ്ങളാണ്. അതായത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ദൈവം വരുന്നു, ദൈവനാമം കടന്നു, നിന്റെ നാമം അടുത്തിരിക്കുന്നു വെച്ചാൽ ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആളത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി നാം അറിയുമ്പോൾ, നമ്മൾ തീർച്ചപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അത് ലഭ്യമായി തുടങ്ങുമ്പോൾ നാം വിചാരിക്കണം, ദൈവത്തിൻ്റെ നാമം നമ്മളോട് അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മളോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം വിചാരിക്കണം അല്ലെങ്കിൽ നാം കരുതണം, നാം വിശ്വസിക്കണം, ദൈവത്തിൻ്റെ നാമം അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമമാണ് ഓരോ ഭക്തനും ഉപയോഗിക്കുവാനായി ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമമാണ് നാം എന്തപേക്ഷിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമം ഉപയോഗിക്കുവാനാണ് നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്റെ നാമം അടുത്തിരിക്കുന്നു. മാത്രമല്ല ഇവിടെ പറയുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ അതിശയ പ്രവർത്തികൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവത്തിൻ്റെ അതിശയ പ്രവർത്തികൾ തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാനായി. ഹാഗാറിന് മരുഭൂമിയിൽ നീരുറവ തുറന്നുകൊടുത്ത ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ വിവിധങ്ങളായ അത്ഭുതങ്ങൾ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അവിടെ 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ മാർത്ത യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ ലാസർ മരിച്ചത് യേശുക്രിസ്തു അറിഞ്ഞിട്ടും കർത്താവ് ആയിരുന്ന ആ സ്ഥലത്ത് തന്നെ ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞുകൂട്ടി. മാർത്തയും മറിയയും ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. കാരണം
തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായ കർത്താവ് കടന്നു വന്നില്ല. ലാസറിന്റെ മരണവിവരം അറിഞ്ഞിട്ടും കടന്നു വരാത്തത് കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും കരുതുന്ന ഒരാൾ കടന്നു വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായത്. അതിൽ വരാതിരുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവം പിന്നീട് അവിടെ കടന്നു വരുമ്പോഴേക്ക് പറയാണ്, നാറ്റം വെച്ചിരിക്കുന്നു. അതായത് ആന്തരിക അവയവങ്ങൾ, നമുക്കറിയാം 4 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡെഡ് ബോഡി എങ്ങനെയാവും. പഴയ ആ കാലഘട്ടത്തിലൊക്കെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കെട്ടിവെച്ചായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അത്രയും പെട്ടെന്ന് അഴുകത്തില്ലായിരിക്കാം. എങ്കിലും നാറ്റം വെച്ച് തുടങ്ങിയ ഒരു മൃതദേഹം, അവിടേക്കാണ് യേശു കർത്താവ് കടന്നു വരുന്നത്. കടന്നു വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന സാഹചര്യത്തിൽ ലാസർ പുറത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മാർത്തയുടെയും മറിയയുടെയും അറിവുകൾ പരിമിതമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ നോക്കുക, എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ദീനമായി കിടക്കുന്ന ഒരാൾക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും എന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെ അവർക്ക് പരിചിതമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ദീനമായിക്കോട്ടെ, ഏതെങ്കിലും പ്രതിസന്ധി ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രശ്നമായ വലിയ അവസ്ഥകളായിക്കോട്ടെ, അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് രോഗത്തിൻ്റെ വലിയ നമ്മുടെയൊക്കെ ഒരു ധാരണ, നമ്മുടെ പനിയും തലവേദനയൊക്കെ മാറാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ മേലോട്ടുള്ള അസുഖങ്ങളൊക്കെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന്, ഒരു വലിയ രോഗം ഒക്കെ പിടിപെട്ടാൽ അത് മാറുകയില്ല എന്ന് നാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. 2-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം വായിച്ചാൽ, സമയം വരുമ്പോൾ ഞാൻ നേരോട്. ഇവിടെ നോക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായി സാധിക്കും. സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾക്കിവിടെ കാണുക. ഏറ്റവും ഫലപ്രദമായി ദൈവത്തിൻ്റെ പ്രവർത്തികളൊക്കെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം, അതിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്താണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകും. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവേ നാളെ തന്നെ ആ വിഷയം അങ്ങ് എനിക്ക് പരിഹരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് നാളെ ഉണ്ട്, അത് നാളെ തന്നെ കർത്താവേ എനിക്ക് പരിഹരിച്ചു തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസാനം വരെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട്, ദൈവത്തിന് ആ സമയം അറിയാവുന്നത് കൊണ്ട് ദൈവം ആ കൃത്യസമയത്ത് മാത്രമേ അതിന്മേൽ പ്രവർത്തിക്കുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ചില നാളുകളായി പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് അപവാദം വരുത്തുന്ന, എനിക്കെതിരെ പോരാടുന്ന ആ ശത്രുവിനെ അങ്ങ് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതുണ്ടാകാതെ ചില നാളുകൾ കടന്നു പോകുന്നു. പിന്നീടാണ് അവൻ തിരിച്ചറിയുന്നത് ദൈവത്തിന് ഒരു സമയമുണ്ട്. എനിക്കെതിരെ വമ്പ് പറയുന്ന, എന്നെ തളർത്തിക്കളയുവാൻ ശ്രമിക്കുന്ന, എനിക്ക് ദുരിതങ്ങൾ ഇടുവാൻ ശ്രമിക്കുന്ന ശത്രുവിനെ കർത്താവേ അങ്ങ് തകർക്കണമേ എന്ന്. ഇതെത്ര നാൾ തുടരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിച്ചു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വചനം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6, 5-ന്റെ 6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, അതായത് തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമ്മുടെ ബലമല്ല പ്രയോഗിക്കേണ്ടത്, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ. ദൈവം ബലവാനാണ്, ദൈവം സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുമ്പോൾ ആ തക്ക സമയത്ത് എന്തുണ്ടാകുന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നു. നമ്മൾക്ക് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി താമസിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അപൂർവം ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, മൊർദെഖായി രാജാവിനെ വധിക്കുവാൻ തയ്യാറായ ചില ആളുകളെക്കുറിച്ച്
രാജകൊട്ടാരത്തിൽ അറിവ് കൊടുക്കുന്ന മൊർദെഖായിയെ നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്നു. രാജാവും മറന്നു, മൊർദെഖായിയും മറന്നു. അതിനാൽ പിടിക്കപ്പെട്ടവരും എല്ലാവരും മറന്നുപോയ ഒരു സംഭവം. ചില നാളുകൾക്ക് ശേഷമാണ് രാജാവ് ഓർക്കുന്നത്, ഞാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്തില്ല. അപ്പോൾ തന്നെ മറ്റൊരാൾ ഹാമാൻ മൊർദെഖായിക്ക് എതിരെ ഒരു ഗൂഢതന്ത്രം ആലോചിക്കും. ആ ഗൂഢതന്ത്രത്തിന്റെ സമാപ്തിയിലേക്ക്, അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് രാജാവിന്റെ മനസ്സിൽ ഓർക്കുന്നത്, ഞാൻ മൊർദെഖായിക്ക് വേണ്ടി എന്താണ് ചെയ്തത്. നമ്മുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകും. ഇനിയും നമ്മൾക്കെതിരെ പിശാചിന് മുന്നേറുവാൻ കഴിയാത്ത സാധ്യതകളിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ സമയമാകുന്നു. മൊർദെഖായി അവനെ നാളെ ഒരുപക്ഷെ ഈ രാജാവ് ഓർത്തില്ലെങ്കിൽ മൊർദെഖായി കഴുകുമരത്തിൽ തൂങ്ങപ്പെടും. എന്നാൽ ആ ദൈവത്തിനൊരു സമയമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഇതിനുപകാരം ചെയ്തുവെങ്കിൽ മൊർദെഖായിക്ക് ഒരുപക്ഷെ അവിടെ രക്ഷയുണ്ടാകുക. ദൈവത്തിന്റെ പ്രവൃത്തി. മരണത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. തീർന്നു പോകും എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്താണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ കരയിൽ വന്നു. മുമ്പിൽ വലിയ ചെങ്കടൽ, പുറകിൽ ശത്രു സൈന്യം. ആ ഒരു ഘട്ടത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവർക്ക് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരവിടെ നിലവിളിക്കുകയില്ലായിരുന്നു. നേരത്തെ അറിയാം, കർത്താവ് മോശത്തെ അടിച്ചിട്ട് അത് പിളർന്നും ഞങ്ങൾക്ക് അപ്പുറത്ത് കയറി പോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ പ്രതിസന്ധി വന്നാലും അവിടെ നിന്നേണം. ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മൾക്ക് ഏറ്റവും നമ്മൾ തകർന്നു പോകും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെ ഏറ്റവും സമാപ്തിയിലാണ്, ഏറ്റവും അവസാനത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവിക അനുഗ്രഹങ്ങൾ മുൻകൂട്ടി കാണുവാൻ മോശയ്ക്കറിയാമായിരുന്നു. ദൈവം തീർച്ചയായിട്ടും ചെങ്കടൽ കടന്ന് ഞങ്ങളെ അപ്പുറത്തെത്തിക്കും എന്ന് മോശയ്ക്കറിയാമായിരുന്നു. പക്ഷെ ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടത്തിന് അറിയുകയില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നവർക്ക് അറിയുകയില്ലായിരുന്നു. അതാണ് ഒരു ആത്മീയ കാഴ്ചപ്പാടാണ്. ഒരു ആത്മീയ കാഴ്ചപ്പാട്, ആത്മീയ കണ്ണ് എപ്പോഴും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അനുഗ്രഹങ്ങളെ കാണാൻ, വിടുതലുകളെ കാണാൻ. നാളെ എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വിടുതൽ എന്താണ്, എനിക്ക് രക്ഷ എന്താണ്, എനിക്ക് ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ സംസാരങ്ങളൊക്കെ പിശാചികൾ, അപവാദിയാണ് പിശാച്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, ഞാനങ്ങ് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ രോഗം മാറ്റണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഇതൊക്കെ കുറയാനായിട്ടുള്ള ചാൻസ് ഇല്ല, മരുന്നൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം, ഇന്ന ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കാം എന്ന് ഞാൻ പറയുമ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കാണ് അവിടെ കടന്നു വരുന്നത്. ആ അവിശ്വാസത്തിൻ്റെ വാക്ക് പിശാച് കേൾക്കുന്നുണ്ട്. പിശാച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തോട് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു എന്നിട്ട് പറയും, കർത്താവേ, അവൻ പ്രാർത്ഥിച്ചു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അവൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചു, അതുകൊണ്ട് നീ അവന് സൗഖ്യം കൊടുത്താൽ അത് നീതിയാണോ എന്ന് ചോദിക്കും. ദൈവത്തിന് നീതിയെ നടപ്പാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അനുഗ്രഹങ്ങളെ, നമ്മുടെ വിടുതലുകളെ, നമ്മുടെ സൗഖ്യങ്ങളെ ഒക്കെ നീട്ടിക്കൊണ്ടു പോകുവാൻ പിശാചിന് കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ സംസാരിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ പ്രാർത്ഥിക്കുന്ന പല ആളുകളും നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുക വഴി നമ്മുടെ അനുഗ്രഹം നീട്ടിവെക്കുവാൻ തക്കവണ്ണം കഴിയും. അനുഗ്രഹം എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ പിശാചിന് കഴിയുകയില്ല. പക്ഷേ നമ്മുടെ അനുഗ്രഹവും നമ്മുടെ സൗഖ്യങ്ങളും നമ്മുടെ ദുരിതങ്ങളും ഒക്കെ നീട്ടിവെക്കുവാൻ, ചില കാലങ്ങളിലേക്ക് നീട്ടിവെക്കുവാൻ പിശാചിന് കഴിയും. അതുകൊണ്ട് അതിന് കാരണമായ നമ്മുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കരുത്. എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുവെങ്കിലും നമ്മൾക്കിത് മനസ്സിലാക്കുവാൻ, അവർ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടും ദൈവം അവരെ വിടുവിച്ചല്ലോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ, നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ, അതിശയ പ്രവർത്തികൾ കാണുവാൻ തക്കവണ്ണം ദൈവം അവിടെ അത്ഭുതം ചെയ്തതായി നമ്മൾ കാണുന്നു. അപ്പോൾ നോക്കുക, താഴ്മയോടെ, അനുസരണയോടെ, വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് കൂനിയെക്കുറിച്ച് സംസാരിച്ചല്ലോ. 12 വർഷം അവൾ ആലയത്തിൽ കടന്നു വന്നു, കൂനോടുകൂടി ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരു സൗഖ്യം തരും എന്നവൾ കാത്തിരുന്നത് കൊണ്ടാണ്
ദൈവം എന്ത് ചെയ്തത്? അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചുകൊണ്ട് ഒരേ മേശയിങ്കൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കുകയില്ല. നിയമിക്കപ്പെട്ട സമയത്തു മാത്രമേ അവസാനം വരികയുള്ളൂ. ദൈവം ഒരു സമയം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തു മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകൂ എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുന്നുണ്ട് എന്ന് കരുതി നാം ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. നാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ അതിനായി കാംക്ഷിക്കുക, വിശ്വാസത്തോടുകൂടെ നാം നടക്കുക. എങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. 3-ാം വാക്യം വായിച്ചു നോക്കുക. ഭൂമിയും അതിലെ നിവാസികളും ഉരുകിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ, ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തും എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകുന്ന ഒരു സമയം വരെ ഈ ഭൂമിയെ ഞാൻ ഉറപ്പിച്ചു നിർത്തും എന്നാണ് കർത്താവ് പറയുന്നത്. ഭൂമിയുടെ തൂണുകൾ എന്ന് പറയുന്നത് ഒരു കാവ്യ ഭാഷയാണ്. കാവ്യഭാഷ, കവിതയാണല്ലോ സങ്കീർത്തനം. അപ്പോൾ കാവ്യഭാഷയിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഭൂമിയുടെ തൂണുകൾ ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്. ഇതിനൊരു അവസാനം ഉണ്ടാകും. ആ അവസാനം വരെ ഞാൻ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തും എന്നാണ് പറയുന്നത്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്നും ഇളക്കുന്നു, അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. യോബും പറയാണ്, ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നൊരു സമയമുണ്ട്, അപ്പോൾ അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ദൈവം ഉറപ്പിച്ച്, അതായത് ഒരു മനുഷ്യനെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് നിർത്തിയേക്കാതെയോ, ഇതിൻ്റെ തൂണുകളൊക്കെ ഇളകിപ്പോകുന്നൊരു സമയമുണ്ട്. ആ സമയം വരെ ശത്രുവിന് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആ ഒരു സമയത്ത് അവന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. തീർച്ചയായും അവൻ തകർന്നു പോകും എന്ന് തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. അടുത്ത വാക്യം 4-ാം വാക്യം നോക്കുക. ഡംഭം എന്ന് വെച്ചാൽ അഹങ്കാരം. അഹങ്കാരം കാട്ടരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും പറയുന്നു. അഹങ്കാരം, അത് ആസാഫിനെതിരെ നിന്ന ആളുകളുടെ മനോഭാവമായിരുന്നു അഹങ്കാരം. ആത്മീയ ലോകത്തും അഹങ്കാരികളുടെ ഒരു വലിയ സമൂഹം ഉയർന്നു വരുന്നുണ്ട്. നാം അറിയാതെ തന്നെ നമ്മളിലേക്ക് അഹങ്കാരം കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. ആത്മീയ അഹങ്കാരം അത് ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല. ആത്മീയ നിഗളങ്ങളെയോ അഹങ്കാരങ്ങളെയോ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അഹങ്കാരികളോട് അഹങ്കാരം കാണിക്കരുത് എന്നും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും പറയുന്നു. ബൈബിളിൽ പല ഭാഗങ്ങളിലായി കൊമ്പിനെ കുറിച്ച്, കൊമ്പ് ഒരു അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ചിഹ്നമായിട്ടാണ് കൊമ്പിനെ പലപ്പോഴും ദൈവവചനം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, മശിഹായെക്കുറിച്ച് സങ്കീർത്തനം 132:17 പറയുന്നു, അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കുമെന്നാണ് പറയുന്നത്. ദാവീദിന് ഒരു കൊമ്പ്, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ദാവീദിന് അത് ഒരു അധികാരത്തെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദുഷ്ടന്റെ കൊമ്പിനെ കുറിച്ചാണ്. ഭൂമിയിൽ ദുഷ്ടന്മാർ ഒരുപാടുണ്ട്. അവരോട് പറയാണ്, നിങ്ങളുടെ കൊമ്പ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഉയർത്തരുത്. നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ അഹംഭാവം, നിങ്ങളുടെ മനോഭാവം ഒന്നും ഉയർന്നു പോകരുത്. മറ്റുള്ളവരുടെ മേൽ ശക്തിയും അഹങ്കാരവും അധികാരവും ഒക്കെ കൈവരിക്കുക എന്നുള്ളത് സാത്താൻ്റെ ലക്ഷണമാണ്. അഹങ്കാരം ഉണ്ടാകുന്നത് സാത്താൻ്റെ ലക്ഷ്യമാണ്. അധികാരത്തിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക, മറ്റുള്ളവരോട് അധികാര മനോഭാവത്തിൽ പെരുമാറുക എന്നുള്ളത് ദുഷ്ടന്റെ മനോഭാവമാണ്. ആ മനോഭാവം ഒരു വിശ്വാസിക്ക് ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കും. അപ്പോൾ അഹങ്കാരം ഉണ്ടാകുന്നതിൻ്റെ പരിണിത ഫലം വീഴ്ചയാണ്. ഉയരും തോറും നമ്മുടെ വീഴ്ചയുടെ ആക്കം കൂടും. അപ്പോൾ നാം ഉയർന്നു പോകരുത്. പ്രത്യേകാൽ ദൈവം ഉയർത്തുന്ന ഉയർച്ചയിൽ മാത്രമേ നാം ഉയരാവുള്ളൂ. നാം സ്വയമായി ഉയരുമ്പോൾ നമ്മുടെ വീഴ്ചയ്ക്ക് ആക്കം കൂടും. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ദുഷ്ടന്റെ അധികാരങ്ങളെ, അധികാര മനോഭാവമാണ്, അധികാരങ്ങളെയല്ല, അധികാര മനോഭാവങ്ങളെ, അഹങ്കാരങ്ങളെ, അവൻ്റെ ഹുങ്കിനെയൊക്കെ ദൈവം മുറിച്ചു കളയും എന്നാണ്
ദൈവവചനം പറയുന്നത്. ദൈവമക്കളും ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കൊമ്പ് മുറിയപ്പെടണം. നമ്മളിലുള്ള അഹങ്കാര മനോഭാവങ്ങൾ നമ്മൾ മുറിച്ചു കളയണം. പുതിയ നിയമസഭയിൽ എല്ലാവരും എന്താണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഈ അധികാരങ്ങളൊന്നും ദൈവത്തിന് നേരെ പ്രയോഗിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും ആത്മീയരുടെ അഹങ്കാരങ്ങളെ ദൈവം ക്ഷമിക്കുകയില്ല. ദൈവം പിന്നെ അറിവില്ലായ്മ കൊണ്ട് ദൈവം ക്ഷമിക്കും. നമ്മുടെ ചില അഹങ്കാരങ്ങളൊക്കെ അറിവില്ലായ്മ കൊണ്ട് ദൈവം ക്ഷമിക്കും. വിശ്വാസികൾക്ക് അഹങ്കാര മനോഭാവം ഉണ്ടായാൽ എന്തിലാണ് നാം അഹങ്കരിക്കുന്നത്, അത് തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. നമ്മൾ സമ്പത്തിലാണ് അഭിമാനിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലിയിലാണ് അഭിമാനിക്കുന്നതെങ്കിൽ അത് മാറ്റിക്കളയുവാൻ ദൈവത്തിന് കഴിയും. ഒന്നും സുരക്ഷിതമല്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോഴാണ് ദൈവം അതിൽ കൂടുതൽ വർധനവ് നമ്മൾക്ക് തരുന്നത്. 6-ാം വാക്യം വായിച്ചാട്ടെ. ഇവിടെ പറയാത്തൊരു ദിക്കാണ് വടക്ക്. വടക്ക് നിന്ന് അനുഗ്രഹം, അതായത് സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്ന, സിയോനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്യമാണ്. അത് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നണം. ഇത് പിശാചിന് തോന്നുന്ന ഒരു മനോഭാവമാണ്. ദൈവത്തെക്കാൾ ഉന്നതനാകുക. ഉത്തരദിക്കെന്ന് പറഞ്ഞാൽ വടക്കാണ്. അവിടെ ഞാനെന്ത് ചെയ്യും? ആ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. വടക്ക് നിന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത്. മുകളിൽ നിന്ന് വടക്ക്, നമുക്കറിയാം, നമ്മൾ ഈ മാപ്പൊക്കെ നോക്കുമ്പോൾ വടക്ക് മുകൾവശത്താണ്, അല്ലേ? വടക്കിൻ്റെ മാർക്ക് എപ്പോഴും മുകൾവശത്താണ്. വടക്കു നിന്നാണ് അനുഗ്രഹം കടന്നു വരും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വരുന്നത്, മറ്റുള്ള ഒന്നിൽ നിന്നുമല്ല ദൈവ അനുഗ്രഹങ്ങൾ വരുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞു വെക്കണം. 7-ാം വാക്യം വായിച്ചാൽ നോക്കുക. ദൈവം ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. നമ്മുടെ നിഗളത്തെ, നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതികളെ ശാസിക്കുകയാണ്. ഞാൻ ഒരുത്തനെ താഴ്ത്തുകയും ഒരു മനുഷ്യനെ താഴ്ത്തുകയും ഒരു മനുഷ്യനെ ഉയർത്തുകയും ചെയ്യുന്നത് ദൈവമാണ്. നാം മനസ്സിലാക്കണം, അവൻ ഒരുവനെ ഉയർത്തുകയും മറ്റൊരുവനെ അതായത് മനുഷ്യനെ താണുപോകുമെന്നും മറ്റൊരാൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ള നമ്മുടെ ചിന്താഗതികൾക്ക് എന്ത് ചെയ്യണം? മാറ്റം വരണം. ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാത്തിനും ദൈവത്തിന് അതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, മോശ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ക്രിസ്തുവിനോട് അവന് അവിടുത്തെ ഫറവോനായിട്ട് മോശയ്ക്ക് അവിടെ ഭരിക്കാമായിരുന്നു. എന്നാൽ ക്രിസ്തു യേശുവിനോടുള്ള കഷ്ടം തിരഞ്ഞെടുത്ത് മരുഭൂമിയിലേക്ക് പോയ ആളാണ് മോശ. ജോസഫ് കൊട്ടക്കിണറ്റിൽ ഇട്ടു. അവന് വേണമെങ്കിൽ അവൻ കണ്ട സ്വപ്നം വിവരിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അവനെ താഴ്ചയിലേക്ക് ഇട്ടു. അതായത് ഒരാളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ദൈവമാണ്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണോ? നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ താഴ്ത്തപ്പെട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് നമുക്കൊരു ഉയർച്ച നൽകും. നമ്മളെ താഴ്ത്തുകയും ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 113-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 7-ാം വാക്യത്തിൽ, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. എളിയവനെ പൊടിയിൽ നിന്ന്, ഏറ്റവും നിസാരമായതിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, കുപ്പയിൽ നിന്ന് ദരിദ്രനെ ഉയർത്തുകയും. ദരിദ്രനെ അല്ലെങ്കിൽ എളിയവനെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. വളരുവാൻ ആഗ്രഹിക്കുന്നവരെ വളർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾക്കിവിടെ കാണുവാനായി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രം ഉണ്ട്. ആ ബൈബിൾ വായിക്കുമ്പോൾ യഹോവയുടെ കയ്യിൽ മദ്യത്തിന്റെ പാത്രമൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന അനേക ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് യാക്കോബേല അച്ഛൻ ഇത് പ്രസംഗിച്ച് ആകെ പെട്ടുപോയി, അല്ലേ? യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ടു. ഈ പാനപാത്രം
യഹോവയുടെ കയ്യിലിരിക്കുന്ന, ആലങ്കാരികമായി പറയുന്നതാണ്, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. അത് വീഞ്ഞു നിറച്ച പാനപാത്രമാണ്. പഴയ നിയമ ആളുകൾ അവരെ കൊല്ലുന്നതിന് മുമ്പായി അവർക്ക് ആ വേദന അറിയാതിരിക്കുവാൻ തക്കവണ്ണം ആ ദുഷ്ടന്മാരായ ആളുകൾക്ക് വീഞ്ഞു കലർന്ന മദ്യം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ആ ലഹരിയിൽ അങ്ങനെ ആകുമ്പോഴാണ് അവരെ. ഇവിടെ ശിക്ഷയുടെ അളവിനെ അല്ലെങ്കിൽ ശിക്ഷയെ കാണിക്കുന്നതാണ് ഈ പാനപാത്രം. യിരെമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക. ഞാൻ പറയുന്ന ജാതികളുടെ അടുക്കിലേക്ക് ചെന്ന് ശിക്ഷ അവരിലേക്ക് പകരുക, അല്ലെങ്കിൽ അവരോട് ഈ ശിക്ഷയെക്കുറിച്ച് പറയുക. ദുഷ്ടന്മാര് വേണ്ടിയുള്ള ശിക്ഷയാണ് ഈ പാനപാത്രത്തെ കാണിക്കുക. അതിന്റെ മട്ടൊക്കെ അവര് അരിച്ചു കുടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിക്ഷയുടെ, ആ ദുരിതത്തിന്റെ ഏറ്റവും അവസാനം വരെ എന്ത് ചെയ്യുന്നു? അവരത് അനുഭവിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അതിൽ ഉൾപ്പെടുവാൻ പാടില്ല. ശിക്ഷയുടെ പാനപാത്രത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുവാൻ പാടില്ല. നമ്മൾക്കുള്ളത് രക്ഷയുടെ പാനപാത്രമാണ്. സങ്കീർത്തനം 116:13 ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ രക്ഷയുടെ പാനപാത്രം കൈക്കൊള്ളുമ്പോൾ ശിക്ഷയുടെ പാനപാത്രമായ ആ വീഞ്ഞു നിറച്ച മദ്യം, അല്ലെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം കാണിക്കുന്ന ആ പാനപാത്രം, അത് ദുഷ്ടന്മാർക്കുള്ളതാണ്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ഇവിടെ യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും എന്നാണ് സങ്കീർത്തനം. യാക്കോബിനെ നമുക്കറിയാം, ഈ അർഹതയ്ക്കൊന്നും യോഗ്യതയില്ലാത്തവൻ. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. ഒന്നുമില്ലാത്തവനും ഒന്നിനും അർഹതയും ഇല്ലാത്തവനാണ് യാക്കോബ്. ക്രോധത്തിനു മാത്രം യോഗ്യവനാണ്, ശിക്ഷയ്ക്ക് മാത്രം യോഗ്യനാണ്. അവനെയും അവന്റെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. യാക്കോബിനെയും അവന്റെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ വിശുദ്ധ നാമം യാക്കോബിനോട് ചേർത്ത് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തത്? കാരണം വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഒന്നുമുള്ള, അല്ലെങ്കിൽ വിശുദ്ധനായ ഒരു വ്യക്തി അല്ലായിരുന്നു. ഉപായം പ്രയോഗിച്ച് തൻ്റെ സഹോദരനെ വഞ്ചിച്ച ഒരാളാണ് യാക്കോബ്. ഈ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിട്ടും ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, ഇസ്രായേലിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരെപ്പോഴും ജാതീയ ദേവന്മാരെ ആരാധിച്ചു പോകുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് എപ്പോഴും വിട്ടുപോയ രാജാക്കന്മാരുടെ വലിയ ഗണമുണ്ട്. സ്വന്തം മക്കളെ അഗ്നിപ്രവേശനത്തിന് ചെയ്ത രാജാക്കന്മാരുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി ജാതീയ ദേവന്മാർക്ക് പ്രാധാന്യം കൊടുത്തൊരു സമൂഹത്തെ ദൈവം വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപികളും ദോഷികളുമായ, ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവരെ ദൈവം സ്നേഹിച്ചുവെങ്കിൽ ഈ പറയുന്ന നമ്മളെയെല്ലാം ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ ഒരു ജാതിയെ, ഒരു വർഗത്തെ, ഒരു ഭവനത്തെയൊക്കെ ദൈവം തെരഞ്ഞെടുക്കും എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മൾക്കുണ്ടാകാം, പക്ഷെ അടുത്ത തലമുറയ്ക്ക് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇല്ലാതാകുവാനുള്ള സാധ്യതകളെ മുന്നിൽ കണ്ട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ചില സമയത്ത് ചില ജാതികളോട് ദൈവത്തിൻ്റെ ആ സ്നേഹം വെളിപ്പെടും. ചില സമയത്ത് ചില വർഗങ്ങളോട്, ചില സമൂഹത്തോട് ഒക്കെ ദൈവത്തിൻ്റെ, ചില രാജ്യങ്ങളോട് ഒക്കെ ചില ഗോത്രങ്ങളോട് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ദൈവപ്രവർത്തികൾ അവിടെ കാണിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നാം ഇപ്പോൾ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കണം. യാക്കോബിനേക്കാൾ ഒരിക്കലും മെച്ചപ്പെട്ടവരല്ല നാം. യാക്കോബിനേക്കാൾ താഴ്ന്നു നിൽക്കുന്നവരാണ്. എന്നിട്ടും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹം. അടുത്തതായി വായിക്കും, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ വീഴുന്നതിന് അവർ തങ്ങളുടെ സ്വന്തം കൊമ്പുകൾ ഉയർത്തുമ്പോൾ, തങ്ങളുടെ സ്വന്തം അധികാരങ്ങൾ ഉയർത്തുമ്പോൾ നീതിമാന്മാരുടെ കൊമ്പുകളൊക്കെയും ഉയർന്നിരിക്കും. നമ്മൾ നീതിമാന്മാരാണെങ്കിൽ നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ജോലികൾ, നമ്മുടെ പ്രവർത്തികളെല്ലാം ഉയർന്നു തന്നെ ഇരിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം?
നീതിമാന്മാരായി തുടരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊമ്പ് നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജോലിയെയോ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തെയോ നമ്മുടെ മറ്റൊന്നിനെ നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മുടെ ഹല്ലേലൂയ സമ്പത്തിനെ കുറിച്ചോ ഒന്നും നാം പ്രശംസിക്കരുത്. എപ്പോഴും നമുക്ക് പ്രശംസിക്കുവാൻ തക്കവണ്ണം ഉള്ളത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്, നമുക്ക് പ്രശംസിക്കുവാനുള്ളതോ കർത്താവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. എന്നെ വിളിച്ചത് ആ ക്രൂശിലേക്കാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ആ ക്രൂശിനെ ഞാൻ പ്രശംസിക്കുന്നു. ആ ക്രൂശിനെ ഞാൻ ഉയർത്തുന്നു എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായും ക്രൂശിനെ ഉയർത്തുന്നവർക്ക് എല്ലാ കൊമ്പുകളും ഉയർന്നു തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ഉയർന്നിരിക്കുവാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ആസാഫ് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണമേ, ദുഷ്ടന്മാർ അവരുടെ കൊമ്പുകൾ ഉയർത്തി എന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ മറുപടി ഉണ്ടായി. ഹല്ലേലൂയ, ആ ഉയർന്നിരിക്കുന്ന അഹങ്കാരികളുടെ കൊമ്പുകളൊക്കെയും ദുഷ്ടന്റെ കൊമ്പുകളൊക്കെയും ദൈവം മുറിച്ചു കളഞ്ഞ് നിന്നെ രക്ഷിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഹല്ലേലൂയ ആസാഫ് തിരിച്ചറിഞ്ഞ് അതവൻ അനുഭവിച്ചത് കൊണ്ടാണ് ഈ സങ്കീർത്തനം ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും വായിക്കുവാൻ തക്കവണ്ണം ആ ആസാഫിനോട് ചേർന്ന് നമ്മൾക്കും ഒരുമിച്ച് പാടാം. കർത്താവേ, ദൈവമേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്തോത്രം മാത്രം പോരാ, രക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ സാമീപ്യം എനിക്ക് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കും. നമ്മൾക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ ഭവനത്തിന് വേണ്ടി ചെയ്ത, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത, നമ്മുടെ ദേശത്തിന് വേണ്ടി ചെയ്ത, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്ത ആ നന്മകളെ, അതിശയ പ്രവൃത്തികളെ ഞാൻ ഓർക്കുന്നു. തുടർന്നും ഞാൻ ഓർക്കും, പ്രാർത്ഥിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള അവസരമാണ്. കുഞ്ഞുങ്ങൾ കൂട്ടുകാരണം.